കഥ തുടങ്ങുന്നത് ടോണി സ്റ്റാർക്കിലാണ്. അതീവ ബുദ്ധിമാനും കോടീശ്വരനും വൻ പ്ലേബോയുമായ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ഉടമ. പുള്ളിക്കാരൻ ആയുധങ്ങൾ ഉണ്ടാക്കി സൈന്യത്തിൽ വിൽക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അങ്ങനെ താൻ ഉണ്ടാക്കിയ പുതിയ ജെറിക്കോ മിസൈൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പുള്ളി അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതോടെയാണ് കഥ മാറുന്നത്. തിരികെ പോകുന്ന വഴിയിൽ 10 റിംഗ്സ് എന്ന ഭീകര സംഘടന ഇവന്റെ കാവൽ സംഘത്തെ ആക്രമിക്കുന്നു. സ്ഫോടനത്തിൽ ടോണിയുടെ നെഞ്ചിൽ ചില്ലു കഷ്ണങ്ങൾ തറച്ചു കയറുകയും അവന് ബോധം പോവുകയും ചെയ്യുന്നു. കണ്ണു തുറക്കുമ്പോൾ ടോണി കിടക്കുന്നത് ഭീകരന്മാരുടെ ഗുഹയിലാണ്. അവിടെ തടവുകാരനായ ഡോക്ടർ ഇൻസൺ ടോണിയുടെ നെഞ്ചിലെ ചില്ലുകൾ ഹൃദയത്തിലേക്ക് കയറാതിരിക്കാൻ ഒരു കാന്തവും കാർ ബാറ്ററിയും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭീകരന്മാർ ടോണിയോട് ജെറിക്കോ മിസൈൽ ഉണ്ടാക്കി നൽകാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ടോണിയും ഇൻസനും ചേർന്ന് രഹസ്യമായി മറ്റൊരു പ്ലാൻ ഇടുന്നു. അവിടെയുള്ള സ്ക്രാപ്പുകൾ വെച്ച് ടോണി തന്റെ നെഞ്ചിൽ വയ്ക്കാൻ ആർക്ക് റിയാക്ടർ എന്ന അതിശക്തമായ എനർജി സോഴ്സ് ഉണ്ടാക്കുന്നു. തുടർന്ന് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്ക് 1 എന്ന ആദ്യത്തെ അയൺമാൻ ആർമർ സ്യൂട്ട് നിർമ്മിക്കുന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ ഡോക്ടർ ഇൻസൺ ടോണിയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നു. സ്യൂട്ടിട്ട് വെളിയിൽ വന്ന ജോണി ഭീകരന്മാരുടെ ആയുധശേഖരം മൊത്തം കത്തിച്ച് നാശമാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തിരികെ അമേരിക്കയിൽ എത്തിയ ടോണി പത്രസമ്മേളനം വിളിച്ച് വൻ പ്രഖ്യാപനം നടത്തുന്നു. ഇനിമേൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ആയുധങ്ങൾ ഉണ്ടാക്കില്ല. ഇത് കേട്ട് കമ്പനിയുടെ പാർട്ണറായ ഒബഡിയ സ്റ്റെയിൻ ദേഷ്യപ്പെടുന്നു. ടോണി തന്റെ വീട്ടിലെ അണ്ടർഗ്രൗണ്ട് ലാബിൽ കയറി AI അസിസ്റ്റന്റ് ജാർവിസിന്റെ ഹെൽപ്പോടെ സ്യൂട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ റെഡ് ആൻഡ് ഗോൾഡ് കളറിലുള്ള ഒരു മാർക്ക് 3 സ്യൂട്ട് പുള്ളി റെഡിയാക്കുന്നു. താൻ ഉണ്ടാക്കിയ ആയുധങ്ങൾ ഭീകരന്മാർ ഇപ്പോഴും നിരപരാധികൾക്ക് നേരെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ടോണി അഫ്ഗാനിസ്ഥാനിൽ പറന്നെത്തി ഭീകരന്മാരെല്ലാം ഒറ്റയ്ക്ക് അടിച്ചു നിർത്തുന്നു. ഇവിടെയാണ് മെയിൻ ട്വിസ്റ്റ് വരുന്നത്. ടോണിയുടെ കാമുകിയും അസിസ്റ്റന്റുമായ പെപ്പർ പോട്ട്സ് കമ്പനി ഡാറ്റ ഹാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു. ടോണി അഫ്ഗാനിസ്ഥാനിൽ വെച്ച് തട്ടിയെടുക്കാൻ 10 റിംഗ്സിന് സുപാരി കൊടുത്തത് കമ്പനിയിലെ ഒബദയ്യ സ്റ്റെയിൻ തന്നെയാണ്. ഒബദയ്യ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട മാർക്ക് 1 സ്യൂട്ടിന്റെ ഭാഗങ്ങൾ സംഘടിപ്പിച്ച് അയൺ മോങ്കർ എന്നൊരു വൻ സ്യൂട്ട് ഉണ്ടാക്കുന്നു. പക്ഷെ അതിന് ആവശ്യമായ ആർക്ക് റിയാക്ടർ അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അവൻ ടോണിയുടെ വീട്ടിൽ കയറി പുള്ളിയുടെ നെഞ്ചിലെ ആർക്ക് റിയാക്ടർ ഊരിയെടുത്ത് ടോണിയെ മരിക്കാൻ വിട്ടുപോകും. എന്നാൽ പഴയ ആദ്യത്തെ റിയാക്ടർ എടുത്ത് പെപ്പർ സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് ടോണി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. തുടർന്ന് നഗരത്തിന് മധ്യത്തിൽ വെച്ച് അയൺമാനും എയറൻ മോഗറും തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു. എനർജി കുറവായിരുന്നിട്ടും ടോണിയും പെപ്പറും ചേർന്ന് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിലെ വൻ ആർക്ക് റിയാക്ടർ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് ഒബദയ്യെ കൊന്ന് വിജയിക്കുന്നു. അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ ഷീൽഡ് ഏജന്റുമാർ ടോണിക്ക് വായിക്കാൻ ഒരു കവർ സ്റ്റോറി കൊടുക്കുന്നു. അയൺമാൻ എന്റെ ബോഡി ഗാർഡാണ്. പക്ഷെ മൈക്കിന് മുന്നിൽ ടോണി കാർഡൊക്കെ മാറ്റി വെച്ചിട്ട് ഒട്ടും മടിക്കാതെ പറയും, ഐ ആം അയൺമാൻ, ഞാനാണ് അയൺമാൻ എന്ന്. പോസ്റ്റ് ക്രെഡിറ്റ് സീനായി വീട്ടിലെത്തുന്ന ടോണിയെ കാണാൻ നിക് ഫ്യൂരി വരുന്നു. അവൻ ടോണിയോട് പറയും, നീയല്ല ഇവിടെ ഒരേ ഒരു സൂപ്പർ ഹീറോ,